നമ്മുടെ ലൈഫിൽ നീ അത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ടോ? പക്ഷെ എന്നാൽ നീ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. അത് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് 3 വർഷമായി ഞാൻ എന്റെ 9 to 5 ജോബ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്ത് തിരിച്ചു വന്ന ശേഷം ഇവിടെ മൾട്ടിപ്പിൾ ബിസിനസ് ഞാൻ ഫാമിംഗിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ടെക്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്റെ ഒരു ലാസ്റ്റ് 3 years എക്സ്പീരിയൻസിൽ എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അത് മനസ്സിലാക്കിയ ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഈസ് മച്ച് മോർ. അപ്പോൾ നെവർ കംപ്ലൈന്റ്. അത് ആരായിക്കോട്ടെ, നമ്മുടെ ഗവൺമെന്റിനെ ആയിക്കോട്ടെ, നമ്മുടെ പാരന്റ്സിനെ ആയിക്കോട്ടെ, നമ്മുടെ ടീച്ചേഴ്സിനെ ആയിക്കോട്ടെ, സിസ്റ്റത്തിനെ ആയിക്കോട്ടെ, നമുക്ക് പലപ്പോഴും പല റീസൺസ് ഉണ്ടാവും. അത് ശരിയായ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള കാര്യം. വെൻ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി, അതിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യും. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഡോണ്ട് വെയിറ്റ്. എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും പലർക്കും പല ഐഡിയാസും ഉണ്ട്. ഇപ്പോഴും 9 to 5 സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അപ്പൊ ഞാൻ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് പോലെ ഒക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ ഇങ്ങനെ വർഷങ്ങൾ പോയി 1-2 വർഷം ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്തു, പിന്നെ ഒരു 4-5 വർഷം ഗൾഫിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു നമ്മൾ അറിയില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാം കൂടി ഒന്ന് റെഡി ആകട്ടെ, കുറച്ചുകൂടെ പൈസ ഏൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജോബ് ഒന്നുകൂടെ സെക്യൂർ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളിത് പോസ്റ്റ്പോൺ ചെയ്യും. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിത് പോസ്റ്റ്പോൺ ചെയ്താലും ചെയ്തില്ലെങ്കിലും വേൾഡ് വിൽ റൺ. നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ വെൻ യു മേക്ക് എ ഡിസിഷൻ, ആ ഡിസിഷനിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നോളൂ. അപ്പൊ അതിനെ യൂണിവേഴ്സ് കൊണ്ടുതരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദ മൊമെന്റ് വി ടേക്ക് ആക്ഷൻസ്, നമ്മൾ ഡ്രീം ചെയ്തുകൊണ്ടോ നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കിക്കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. വെൻ യു ടേക്ക് ഫാമിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും എന്ന് പറഞ്ഞാൽ ഐ റിയലി എക്സ്പീരിയൻസ് ദാറ്റ്. അതിന് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു തേങ്ങ വേണം, ഓക്കെ, ആ തേങ്ങ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് നട്ടു വെക്കണം. ഇന്ന് നട്ടു വെച്ചെങ്കിലാണ് അടുത്ത 3 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തേങ്ങ കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടുതലാണ്, വില കുറഞ്ഞിട്ട് വാങ്ങിയിട്ട് നടാം. യു ലൂസിങ് ടൈം. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മണ്ണ് ശരിയല്ല, ഈ വളമില്ല, ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മളത് ഓരോ ദിവസം മാറ്റി വെക്കുന്നവരും ഇതിൻ്റെ അകത്ത് നിന്ന് ഈൽഡ് കിട്ടാനുള്ള ടൈം കൂടിക്കൊണ്ടിരിക്കും. സോ ഇന്ന് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ആ ടൈമിൽ കിട്ടും. സോ നെവർ വെയിറ്റ് ഫോർ സംതിങ്, ടേക്ക് ഡിസിഷൻ. ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് ലോങ് ടൈം. തിങ്ക് ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഈ മാസം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്ത് ചെയ്യാമെന്നതിലുപരി ഒരു 5 to 10 years പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ഇപ്പൊ നിങ്ങൾ പൃഥ്വിരാജൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാവും, ഞാൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ടറാവും. ഇങ്ങനെ ഒരു ഡ്രീം പുള്ളിക്കുണ്ട്. സോ വിച്ച് മീൻ ദാറ്റ് ഇസ് ദ ലോങ് ടൈം തിങ്കിങ്. അടുത്ത 5 വർഷത്തേക്ക് എന്ത് ചെയ്യണമെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. ആൻഡ് ഹീ ഈസ് വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. അപ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള വേറെ പല കാര്യങ്ങൾ വരുമ്പോഴും ഹി സേ നോ, എനിക്ക് ഉള്ള ഗോൾ, ബിക്കോസ് ഹി ഓൾറെഡി സെറ്റ് ദ ഗോൾ ഫോർ നെക്സ്റ്റ് 5 to 10 years. സിമിലർലി നിങ്ങൾക്കും സെറ്റ് ചെയ്യാം. ഫോർ മൈ എക്സ്പീരിയൻസ്, ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് ഞാൻ ഫാമിങ്ങും മാർക്കറ്റിങ്ങും ചൂസ് ചെയ്ത സമയത്ത്, ഫാമിംഗ് ഞാൻ എന്നാ ഈ വർഷം തുടങ്ങിയിട്ട് അടുത്ത വർഷം തിരിച്ചു പോകാനുള്ള രീതിയിലല്ല. സോ ഐ ടുക്ക് എ 10 years പ്ലാൻ. കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്ന് റിസൾട്ട് വരുന്ന ടേക്ക് ഇയേഴ്സ്. അപ്പോൾ അത്രയും വർഷങ്ങൾ നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിംഗിലാണ്, എന്ത് ബിസിനസ് ആണെങ്കിലും മിനിമം 3 to 5 years നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ദാറ്റ്സ് വൈ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നെങ്കിലും തിങ്ക് ലോങ് ടൈം. ലോങ് ടൈം തീരുമാനം എടുത്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ആ തീരുമാനം എടുക്കുന്ന മൂമെന്റ് നിങ്ങൾ അതിനകത്തുള്ള റിലവന്റ് ആയിട്ടുള്ള ആക്ഷൻസ് നെക്സ്റ്റ് ഡേ മുതൽ എടുക്കണം. നെക്സ്റ്റ് ഡേ എന്നല്ല, ആ മൂമെന്റ് മുതൽ എടുത്തു തുടങ്ങണം. എന്നെങ്കിൽ മാത്രമേ ആ ഓരോ കാര്യത്തിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, എന്നിപ്പോ ഒരു 10 yearsലേക്ക് ഓക്കെ ഞാൻ അടുത്ത കൃഷിയിലേക്ക് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് കിടക്കുകയാണ്. പക്ഷെ ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരു റൂളും ഇല്ല. അത് ബോറിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കായിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, റിപ്പീറ്റഡ് ആയിരിക്കും, ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആ റിപ്പീറ്റഡ് ആയിട്ട് ഈ സിസ്റ്റത്തിനെ എപ്പോൾ ലവ് ചെയ്ത് തുടങ്ങുന്നോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതോ, ആ സമയം മുതൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഫീൽ ചെയ്ത് തുടങ്ങും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഒഴിക്കുന്ന ഓരോ വെള്ളമായിക്കോട്ടെ, വളമായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാളെ റിസൾട്ട് ആയിട്ട് വരും. ദാറ്റ് മേക്ക് മണി, ദാറ്റ് മേക്ക് വെൽത്ത്. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റിസൾട്ട് ഇറ്റ് വിൽ ബി ഡബിൾ. നിങ്ങൾ വിചാരിക്കുന്നതിലും ഡബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഐഡിയയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഫോക്കസ് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഐഡിയാസ് വരും. അത് ചെയ്താൽ നന്നായിരിക്കും, ഇത് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബിസിനസ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ 1 to 2 years ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു സാധനം വരുമ്പോൾ എന്നാൽ ഇതിട്ടിട്ട് അത് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വേറെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സക്സസ്, നമ്മൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല.
സോ സ്റ്റിക്ക് ഓൺ വൺ തിങ്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും ഒരു 3 to 4 years. അതിനുശേഷം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇതിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മാർക്കറ്റിംഗിലും ഫാമിങ്ങിലും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് രണ്ടിലും ഫോക്കസിങ് കുറഞ്ഞു. കാരണം എവിടെയാണോ നമ്മുടെ ഫോക്കസ് ഉള്ളത് അവിടെ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ എവിടെയാണോ നമ്മുടെ ഫോക്കസ് കുറയുന്നത് അവിടെ ഗ്രോത്ത് കുറയും. സോ അതിന് ഞാൻ മെയിനായി മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറയും. മൾട്ടി ടാസ്കിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള റിസൾട്ട് കുറവായിരിക്കും. സോ ഞാൻ അതിന് കംപ്ലൈന്റ് ആയിട്ട് പറയില്ല. സോ ഐ വാസ് ഏബിൾ ടു മാനേജ് ബോത്ത് തിങ്സ്. ബട്ട് സോ ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ അതിന് എന്തൊക്കെ വേണ്ട ഡിസിഷൻസ് എടുക്കാനും അടുത്ത ആഴ്ച എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഡിസിഷൻസ് ഇപ്പോഴേ ഈ ഞാൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ബിസിനസ് കോളോ ബിസിനസ് മീറ്റപ്സോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്യാറില്ല. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി മെസ്സപ്പ്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഒരു 3 to 5 years ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ബിസിനസ്സിലേക്കോ അടുത്ത കാര്യങ്ങളിലേക്കോ നിങ്ങൾക്ക് പോകാൻ പറ്റും. നാലാമത്തെ കാര്യം, ഇറ്റ്സ് ഓൾ അബൌട്ട് മണി. അപ്പോൾ പൈസ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചതൊന്നുമല്ല ആക്ച്വൽ റിയാലിറ്റി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇനി വരുന്ന ഒരു ഇതിൽ മണി എന്താണെന്നുള്ളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് ഇത്രയും വർഷങ്ങൾ എടുത്തു അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ഹാസ് സോ മച്ച് ലിവറേജ്. നമുക്ക് ഈ പൈസേനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വെൽത്ത് ക്രിയേഷനും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് മണി. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം എന്തുമായിക്കോട്ടെ, ആ ഇൻകത്തിനേക്കാളും കൂടുതലായിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ വരുത്തി വെക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരു ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ സാലറി അല്ലാതെ തന്നെ വേറെ ഒരു കൈൻഡ് ഓഫ് ക്യാഷ് ഫ്ലോ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിൽ നിന്നാവാം, വട്ടെവർ ഇറ്റ് ഈസ്, അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വന്നു പോകുന്ന രീതിയിലേക്ക് ഒരു ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സാലറി ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻകം ആയിക്കോട്ടെ, ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്കറിയാം, ഒരു കാർ വാങ്ങി വീട് വെച്ചു എന്നൊക്കെ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന, ഓക്കെ നിങ്ങൾക്ക് 1 ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നു, പെട്ടെന്ന് 2 ലക്ഷം ആകുന്ന സമയത്ത് എന്നാൽ പെട്ടെന്ന് വീടൊന്ന് മാറ്റി പണിതേക്കാം, അല്ലെങ്കിൽ കാർ ഒന്ന് മാറ്റിയേക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ലൈബിലിറ്റിയിലേക്ക് പോകും. സോ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ട്രൈ ടു ഇൻവെസ്റ്റ് ദാറ്റ് മണി ഇൻ പ്രോപ്പർ വേ. ആ 1 ലക്ഷത്തിന് കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ നിങ്ങൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ക്യാഷ് ഫ്ലോ വന്ന ശേഷം നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിന്റെ സിഇഒ ജെഫ് ബെസോസ്, ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് ഫണ്ടിങ് ഒക്കെ കിട്ടിയ ശേഷം അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അദ്ദേഹം ഉണ്ടായ ഒരു പഴയ കാറാണ് അദ്ദേഹം റൈഡ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് മില്യൺസ് ഓഫ് ഡോളർ വർത്ത് ഉള്ള രീതിയിലേക്ക് കമ്പനി വളർന്നിരുന്നു. പിന്നെയും അദ്ദേഹം എന്തിനാണ് ആ കാറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്, മനസ്സിലായോ? അപ്പൊ ആ സമയത്തും വേണമെങ്കിൽ പുള്ളിക്ക് ആ പൈസ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിൽ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ വെൽത്ത് ക്രിയേഷനിൽ ഫോക്കസ് ചെയ്തു. ഇന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറുകളല്ല, വിമാനങ്ങൾ തന്നെ അദ്ദേഹത്തിന് വാങ്ങാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. സോ ഈസിയാണോ വന്നത്, ആ പൈസേനെയൊക്കെ റീഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി 10-15 വർഷം പ്രോഫിറ്റബിൾ പോലും അല്ല, ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ അവർക്ക് കിട്ടുന്ന എമൗണ്ടിനെ എല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാം. അപ്പൊ അതിന്റെ അകത്ത് അതൊരു ബിഗ് ടോപ്പിക്കാണ്. നിങ്ങൾ നമ്മുടെ അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്നൊക്കെ ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ലയബിലിറ്റീസിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് പൈസ കൊണ്ടുവന്ന് ബാങ്കിലിടും. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗൾഫിലൊക്കെ ജോലി എടുക്കുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യുന്ന പൈസ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിടും. ആകെ കിട്ടുന്നത് 4% പലിശയാണ്. ഓക്കെ, അത് ഓരോ വർഷവും ആ പൈസയുടെ മൂല്യം കുറഞ്ഞു വരും. ദാറ്റ് കോൾഡ് ഇൻഫ്ലേഷൻ. ആ ഇൻഫ്ലേഷൻ നമ്മുടെ പൈസ ഇന്ന്, ഫോർ എക്സാമ്പിൾ പറയാം, ഇന്ന് 1 കിലോ അരി 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അതിന് 70 രൂപയായിരിക്കും. അപ്പൊ നമുക്ക് ബാങ്കിൽ നിന്ന് ആ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ അന്ന് 1 കിലോ അരി കിട്ടുമെങ്കിൽ ഇന്ന് 1 കിലോ അരി കിട്ടില്ല. ദാറ്റ്സ് കോൾഡ് ഇൻഫ്ലേഷൻ. സിമ്പിൾ വേ ആണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇടാതിരിക്കുക. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു എ വീഡിയോ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലും ഉപരി നിങ്ങൾ എന്തെങ്കിലും ഉപദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും അഡ്വൈസ് കേൾക്കുന്നുണ്ടെങ്കിൽ, അത് ആ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൾറെഡി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രം അഡ്വൈസ് എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ, അല്ലെങ്കിൽ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ കോച്ചസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ കോഴ്സ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും അഡ്വൈസ് എടുക്കാണ്ടിരിക്കുക. റിയൽ ആയിട്ട് ഒരു ഫാമിംഗ് പഠിക്കണമെങ്കിൽ തന്നെ അത് കൃഷി ചെയ്ത ആളുടെ അടുത്ത് നിന്ന് പഠിക്കുന്നതിലും കൂടുതലൊന്നും നിങ്ങൾക്കില്ല. അപ്പൊ അതിന്റെ ഒരു കോഴ്സ് കൊടുക്കുന്നോ, അല്ലെങ്കിൽ അത് പല രീതിയിലും നമ്മളെ മിസ്ഗൈഡ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ ഓൺ ചെയ്യുക. നമ്മുടെ മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു ക്ലിയർ ഐഡന്റിഫിക്കേഷൻ നമുക്കുണ്ടാവണം. നമ്മുടേതായിട്ടുള്ള റൂൾസ് ഉണ്ടാവണം.
അപ്പോൾ ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ഇതൊന്നും നമുക്കൊരു കോളേജിൽ നിന്നോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാനുണ്ടാവില്ല. പിന്നെ നമ്മൾ ക്വിക്ക് മണി, പെട്ടെന്ന് പൈസ കിട്ടുന്ന ഓപ്ഷന്റെ പുറകെ പോകാറുണ്ട്. അത് സ്റ്റോക്ക് ആയിക്കോട്ടെ, നിങ്ങൾ പല ഓൺലൈൻ ഗെയിംസ് ആയിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളിൽ പോയിട്ട് നമ്മുടെ പൈസ നഷ്ടപ്പെടും. കാരണം ഒരിക്കലും നമ്മുടെ വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മുടെ ഒരു ചെറിയ സ്കില്ലുകൾ ചെയ്തിട്ട് കൂടുതൽ മണി മേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇന്ന് വേൾഡിൽ നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്കാംസിൽ പോയിട്ട് വീഴാതിരിക്കുക. നിങ്ങളുടെ പൈസ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ആ പൈസ കൂടുകയുള്ളൂ. അപ്പൊ അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും കാര്യം ഫേസ്ബുക്കിൽ കയറി ലൈക്ക് അടിക്കുക, നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കണ്ടന്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തരും, ഇതേപോലെ ഒരുപാട് സ്കാംസ് ഉണ്ട്. ആ സ്കാംസിൽ പോയി വീഴാതിരിക്കുക. എവിടെയാണോ നിങ്ങൾക്ക് ക്വിക്ക് മണി, നിങ്ങൾ കൊടുക്കുന്ന പൈസേനെ പെട്ടെന്ന് കൂട്ടി തരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് പോയിട്ട് അത് എന്തായിക്കോട്ടെ അതിന്റെ അകത്ത് പോയിട്ട് ജോയിൻ ചെയ്യാതിരിക്കുക. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് മണി. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മണി മേക്ക് ചെയ്യുക അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വർക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിലുപരി എവിടെയാണ് മണി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഒരാൾക്ക് ബിസിനസ് കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് ബിസിനസ് കൂട്ടി കൊടുക്കാം. എന്ത് പ്രോബ്ലം സോൾവ് ചെയ്താലും, ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ വെള്ളം കൊണ്ടെത്തിച്ചു, വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടത്തി കൊടുക്കാം. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രോബ്ലം സോൾവിംഗ് എന്നാ പറയാം. അപ്പോൾ എന്തൊരു പ്രോബ്ലത്തിനെയും എടുത്ത് സോൾവ് ചെയ്യുന്നവർക്കായിരിക്കും ഒരുപാട് മണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്യാപിറ്റൽ ക്രിയേഷൻ എന്ന് പറയും. നമുക്ക് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ, 5 ഉള്ളവൻ 10 ഉണ്ടാക്കി 20 ഉണ്ടാക്കി, ഇല്ലാത്തവൻ വീട്ടിലിരുന്ന് എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണി മേക്സ് മണി. പൈസ ഉണ്ടാക്കിക്കോളും. പക്ഷെ ആ പൈസ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളാണ്. അത് നിങ്ങൾ ജോലി ചെയ്തോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ, നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്ന ഒരു മണിയുണ്ട്. അത് 5 ലക്ഷം ആയിക്കോട്ടെ, 10 ലക്ഷം ആയിക്കോട്ടെ, അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഫോക്കസ് ആയിട്ട് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ സ്കിൽസ് ക്രിയേറ്റ് ചെയ്യുക. സ്കിൽസ്, നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ലുണ്ടോ അത്രത്തോളം മണി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്സ് എ സ്കിൽ. നിങ്ങൾക്ക് ഊബർ ഓടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് മണി. നിങ്ങൾക്ക് കോഡിങ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്തു കൊടുക്കാം. ഇഫ് യു ആർ എ കണ്ടന്റ് ക്രിയേറ്റർ, നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാം. സോ അങ്ങനെ നിങ്ങളുടെ സ്കിൽസ്, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പരാതി പറഞ്ഞിരിക്കാതെ നിങ്ങൾക്കുള്ള സ്കിൽസിനെ മനസ്സിലാക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഈസ് ഫ്രീ. യൂട്യൂബിന്റെ അകത്ത് പഠിക്കാൻ പറ്റാത്ത ഒരു സ്കിൽസും ഇന്ന് വേൾഡിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു വെക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ സ്കില്ലിനും ആ സ്കിൽ, ഇപ്പൊ പെയിന്റിംഗ് ആണെങ്കിൽ പോലും അതിന് ഓരോ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റിംഗ് ഈസ് എ സ്കിൽ. നിങ്ങൾക്ക് ബാർബർ, ബ്യൂട്ടീഷ്യൻ, അങ്ങനെ ഇതെല്ലാം ഒരു സ്കില്ലാണ്. നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ലുണ്ട് അപ്പൊ അത്രത്തോളം മണി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുക്കിംഗ് അറിയാവോ? ഇറ്റ്സ് ആൻ അനദർ സ്കിൽ. അപ്പോൾ പലരും ഇതിനെയൊക്കെ അണ്ടർ റേറ്റഡ് സ്കില്ലായിട്ട് കൂട്ടാറുണ്ട്. കുക്കിംഗ് അറിയാഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നതിന് പകരം ആ പൈസ ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഷേവ് ചെയ്യാനും അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അവിടെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഇൻകം ജനറേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ല് അക്യൂർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കില്ല് അക്യൂർ ചെയ്യുക. അക്കൗണ്ടിങ്സ് പഠിക്കുക, മാർക്കറ്റിംഗ് പഠിക്കുക, സെയിൽസ് പഠിക്കുക. ഫാമിംഗ് ഈസ് എ സ്കിൽ. എല്ലാവരും പറയും ഫാമിംഗ് സ്കില്ലാണ്. ഫാമിംഗ് ഈസ് എ സ്കിൽ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ലിവറേജ് ചെയ്യാന്ന് പറയും. ലിവറേജ് ഇൻ ദ സെൻസ്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു. ഓക്കെ, അതൊരു കോഴ്സാണ് കുട്ടിക്കും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഒരാളെ കാണിക്കാൻ പറ്റും. ഓക്കെ, ലിവറേജ് ഈസ് ലൈക്ക്, ഞാൻ ആ വീഡിയോനെ ഓൺലൈനിലോ കാര്യങ്ങളോ ഇട്ടാൽ ആ സെയിം വീഡിയോ തന്നെ 1000 പേർക്ക് കാണാം. മേ ബി 1000 പീപ്പിൾ വിൽ പേ മീ. അപ്പോൾ ഇങ്ങനെ ആണ് ലിവറേജ്. അപ്പോൾ ഒരേ സാധനത്തിന് തന്നെ ഏറ്റവും കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് അതിന് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫാമിംഗ്, കൃഷി, ഫോർ എക്സാമ്പിൾ ഞാൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിൽ തന്നെ പറയാം. ഞാനിപ്പോൾ 1 ഏക്കറിൽ കൃഷി ചെയ്തു. അപ്പോൾ അതിന് ഞാനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു, റെഡിയാക്കി, ഇറിഗേഷനും വാട്ടർ സപ്പോർട്ടും ഫെർട്ടിലൈസേഷൻ എല്ലാം ഓട്ടോമേറ്റ് ചെയ്തു. ദെൻ വാട്ട് ഐ ക്യാൻ ഡു, ഞാൻ ഇതേ 1 ഏക്കറിന് ഞാൻ 10 ഏക്കറിലേക്ക് സ്കെയിൽ ചെയ്യും. അപ്പൊ ഈ 10 ഏക്കറിലേക്ക് സ്കെയിൽ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ എഫേർട്സ് കുറവായിരിക്കും. അപ്പോൾ എന്ത് ബിസിനസ് ആണോ, എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കുക. അവിടെ 10 രൂപ കിട്ടിയെങ്കിൽ ആ 10നെ 100 ആക്കുക, 100നെ 1000 ആക്കുക, 1000നെ 10,000 ആക്കുക. സോ ദാറ്റ്സ് ഹൗ ഇറ്റ്സ് വർക്ക്. ആ ലിവറേജിലാണ് നിങ്ങൾക്ക് മണി ഇരിക്കുന്നത്. അവിടെയാണ് വെൽത്ത് ക്രിയേറ്റ് ആകുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കമന്റ് ചെയ്ത് ചോദിക്കാം. സോ ഐ ഹോപ്പ് ദിസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ വന്ന ഒരു ജേർണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഐ വിൽ ആൻസർ ഓർ ഐ വിൽ മേക്ക് എ ഡിഫറെന്റ് വീഡിയോ.
ഇപ്പൊ എനിക്കറിയാം എന്റെ ചാനലിൽ വരുന്നവരൊക്കെ കാണുന്നവരൊരു എന്താ പറയാ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണ്, ഒരു എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നവരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഉള്ള ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്കുള്ള ഹെൽപ്പുകൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം, ഫാമിങ്ങിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഷെയറിങ് നോളജ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ വേറെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.